ഹായ് ചിൽഡ്രൻ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മാർട്ട് സ്കൂൾ സ്റ്റുഡൻറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? 2024 ലേറ്റസ്റ്റ് സിലബസിലെ അടിസ്ഥാന പാഠാവലിയിലെ ഫസ്റ്റ് മിഡ് ടേം എക്സാമിൻ്റെ ഒരു സാമ്പിൾ പേപ്പർ നമുക്ക് നോക്കാം കേട്ടോ. 15 ടോട്ടൽ മാർക്സ് ഇട്ടിരിക്കുന്നത്. പ്രവർത്തനത്തിൽ ഫസ്റ്റ് പ്രവർത്തനത്തിന് 2 മാർക്ക് വീതമാണ്. ബാക്കി 2, 3, 4 പ്രവർത്തനങ്ങൾക്ക് 3 മാർക്ക് വീതമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വിശ്വവിദ്യാലയം എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്ത്? അപ്പം നിങ്ങൾ ഗ്രാമശ്രീകൾ എന്നുള്ള ആ കവിത വായിച്ചാണ്. അപ്പം ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഇതൊരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആൻസർ എഴുതാം. വിദ്യാലയത്തിൽ നിന്ന് വളരെ കുറച്ച് കാര്യങ്ങളെ നാം പഠിക്കുന്നുള്ളൂ. കണ്ടും കേട്ടും അനുഭവിച്ച് ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുണ്ട്. അതുകൊണ്ടാണ് വിശ്വവിദ്യാലയത്തിൽ പഠിച്ചവരെന്ന കർഷക സ്ത്രീകളെക്കുറിച്ച് കവി പറയുന്നത്. ഇനി ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ല, 3, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ബാക്കി പോയിന്റുകളൂടെ എഴുതണം. അതിങ്ങനെയാണ്: കർഷക തൊഴിലാളികൾ പാടത്ത് പ്രയോഗിക്കുന്നത് ഗ്രാമത്തിലെ ഏതെങ്കിലും വിദ്യാലയത്തിൽ നിന്ന് നേടിയ അറിവല്ല, ലോകം തന്നെയാണ് അവരുടെ വിദ്യാലയം. ഞാറ് നടുന്ന പെണ്ണുങ്ങൾ ആ അറിവ് നേടിയത് അവരുടെ ജീവിതത്തിൽ നിന്നാണ്. കണ്ടും കേട്ടും അനുഭവിച്ചുമാണ് അവർ ആ അറിവ് നേടിയത്. അതുകൊണ്ടാണ് വിശ്വവിദ്യാലയത്തിൽ പഠിച്ചവർ എന്ന് കർഷക സ്ത്രീകളെക്കുറിച്ച് കവി പറയുന്നത്. അപ്പോൾ ആൻസർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: കർഷക സ്ത്രീകളെ ഗ്രാമസ്ത്രീകൾ എന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം? അപ്പം ആൻസർ നോക്കാം. അപ്പം മാർക്ക് അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ ആൻസർ എഴുതാനായിട്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന ആൻസർ നോക്കാം. ഗ്രാമത്തിൻ്റെ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ്, കർഷക സ്ത്രീകളാണ്. ചെടിയിൽ വിരൽ തുമ്പ് താഴ്ത്തി ഞാറ് നടുന്ന കർഷക സ്ത്രീകൾ മഹത്തായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അവരുടെ കലാസൃഷ്ടിയായ കൃഷിപ്പണികളാണ് നാടിനെ സമൃദ്ധമാക്കുന്നത്. കർഷക സ്ത്രീകളുടെ മനോഹരമായ വിരൽ തുമ്പുകളാണ് നാടിൻ്റെ നന്മകൾ നെയ്തെടുക്കുന്നത്. അവരാണ് ഗ്രാമത്തിൻ്റെ ഐശ്വര്യം. അതുകൊണ്ടാണ് കർഷക സ്ത്രീകളെ ഗ്രാമസ്ത്രീകൾ എന്ന് കവി വിശേഷിപ്പിക്കുന്നത്. ആൻസർ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രവർത്തനം 1 ഏതെങ്കിലും 2 കൃഷിച്ചൊല്ലുകൾ എഴുതുക. അപ്പോൾ നിങ്ങൾ ഒത്തിരി കൃഷിച്ചൊല്ലുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് 2 കൃഷിച്ചൊല്ലുകൾ നോക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു 2 എണ്ണം എഴുതിയാൽ മതി. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയും പൊന്നാകും. കുംഭത്തിൽ നട്ടാൽ കുടത്തോളം, മീനത്തിൽ നട്ടാൽ മീൻ കണ്ണിയോളം. പൂയം ഞാറ്റുവേലയിൽ പുല്ലുപോലും പൂവണിയും. മുരിങ്ങയുണ്ടെങ്കിൽ മരുന്നു വേണ്ട. ഞാറ്റിൽ പിഴച്ചാൽ ചോറ്റിൽ പിഴച്ചു. കുംഭച്ചേന കുടത്തോളം. ഇതെല്ലാം കൃഷിയെ ബേസ് ചെയ്തിട്ടുള്ള ചൊല്ലുകളാണ്, പഴഞ്ചൊല്ലുകളാണ് കേട്ടോ. അടുത്തത് പ്രവർത്തനം 2 വിശകലനക്കുറിപ്പാണ്. മഞ്ജുളമിക്കലാസൃഷ്ടിക്ക് മുൻപിലായി അർപ്പിക്കാം. കൃഷി കലാസൃഷ്ടിയാകുന്നത് എങ്ങനെയെന്നാണ് ക്വസ്റ്റ്യൻ. അതിന് നമുക്ക് വിശകലനം ചെയ്തിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കൃഷി എന്ന് പറയുന്നത് ഒരു കലയാണ്, കലാസൃഷ്ടിയാണ്. നമ്മളിതിൽ പ്രൂവ് ചെയ്യണം. അതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ നോക്കാം. ഏതൊരു കലയെയും പോലെ മനോഹരമായ ഒന്നാണ് കൃഷി. കർഷക സ്ത്രീകളുടെ ആ കലാസൃഷ്ടിക്ക് മുന്നിലാണ് കവി കൈകൂപ്പി നിൽക്കുന്നത്. കർഷക സ്ത്രീകൾ കലാസൃഷ്ടിയിൽ ഏർപ്പെടുന്നത് ആത്മാർത്ഥതയോടെയും അർപ്പണ ബോധത്തോടെയുമാണ്. വരിയും നിരയും ഒപ്പിച്ച് കൃഷിപ്പാട്ടിൻ്റെ താളത്തിൽ ഞാറ് നടുന്ന അവരുടെ വൈഭവം കൊണ്ട് തന്നെ കൃഷി മികച്ച മനോഹരമായ കലാസൃഷ്ടിയായി മാറുന്നു. നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ പാടത്ത് ഞാറ് നട്ടത്? വളരെ ക്ലിയർ ആയിട്ട് സെയിം ലൈനിൽ തന്നെ നല്ല ഭംഗിയിലാണ് അവർ നട്ടിരിക്കുന്നത്. വയലിൽ നിരനിരയായി നീല കസവ് വിരയിക്കുന്ന കലാകാരികളാണ് കർഷക സ്ത്രീകൾ എന്നാണ് കവി അവരുടെ പ്രവൃത്തിയെ വർണ്ണിക്കുന്നത്. ചേറിൽ പണിയെടുക്കുന്ന അവരുടെ വിരലുകളാണ് നാട്ടിൽ നന്മകൾ നെയ്തെടുക്കുന്നതെന്നും കവി പറയുന്നു. ആൻസർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് ആസ്വാദനക്കുറിപ്പാണ്. ഗ്രാമസ്ത്രീകൾ എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ആസ്വാദനക്കുറിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് വരികളാണ് ഇഷ്ടപ്പെട്ടത്, അതിൻ്റെ പ്രയോഗ ഭംഗികൾ, അതൊക്കെ വെച്ചിട്ടാണ് ഒരു ആസ്വാദനക്കുറിപ്പ് നമുക്ക് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ കവിത ആരാണ് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് പറയണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാം: കേരളീയ ഗ്രാമങ്ങളുടെ ഐശ്വര്യമായി കർഷക സ്ത്രീകളെ അവതരിപ്പിക്കുന്ന കടത്തനാട്ട് മാധവി അമ്മയുടെ മനോഹരമായ കവിതയാണ് ഗ്രാമസ്ത്രീകൾ. അതാണ് ഫസ്റ്റ് സെൻറ്റൻസ് എഴുതേണ്ടത്. പാടവരമ്പിലൂടെ നടക്കുന്ന കവി കൃഷിപ്പണികളിൽ മുഴുകിയിരിക്കുന്ന സ്ത്രീകളെ കാണുന്നു.
കർഷക സ്ത്രീകളിലൂടെ ഗ്രാമത്തിൻ്റെ ഭംഗിയും വിശുദ്ധിയും സമൃദ്ധിയും ഒക്കെ വരച്ചു കാണിക്കുന്നു. ആശയം, പ്രയോഗഭംഗി, വർണ്ണനകൾ, ഈണം, താളം, വാഗ്മയ ചിത്രങ്ങൾ എന്നിവയെല്ലാം ഈ കവിതയെ ശ്രദ്ധേയമാക്കുന്നു. അവസാനം ഞാൻ ഈ പറഞ്ഞ സെൻറ്റൻസ് ഏത് കവിത ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി അടുത്ത പാരഗ്രാഫ്. കൃഷിപ്പണി എന്ന ശ്രേഷ്ഠമായ കലാസൃഷ്ടിക്ക് മുമ്പിൽ കവി ഭക്തിപൂർവം കൈകൂപ്പി നിൽക്കുന്നു. എന്നിട്ട് നമുക്ക് അതിൽ ഒരു വരി എടുത്ത് പറയാം. ഉണ്ണിക്കതിരോൻ്റെ പൊന്നുകപ്പാടേറ്റു വിണ്ണിൽ വിളിപ്പാടും ചോന്നിതല്ലോ എന്ന വർണ്ണന കർഷകർ പാടത്ത് നിലമുഴുന്നതിനെ ഓർമ്മിപ്പിക്കുന്നു. മഞ്ഞുപോലെ പെയ്ത പൂമഴയിൽ പച്ചിലക്കൂട്ടവും മാടവുമെല്ലാം നനഞ്ഞ് കുളിർന്നു എന്ന വർണ്ണനയും ഏറെ പ്രത്യേകതയുള്ളതാണ്. അപ്പോൾ ഒരു 2 ലൈൻ എഴുതിയിട്ട് അതിൻ്റെ ഒരു പ്രത്യേകത പറയാം. ഇനി പ്രയോഗഭംഗി പറയണം നമുക്ക്. പ്രയോഗഭംഗികൾക്ക് നിരവധി ഉദാഹരണങ്ങൾ കവിതയിലുണ്ട്. ഉണ്ണിക്കതിരോൻ, കുന്തളബന്ധം, സുന്ദരാലേഖ്യം, നീലനീരാളം തുടങ്ങിയ പ്രയോഗങ്ങളെല്ലാം ശ്രദ്ധേയമാണ്. അതെഴുതി. ഇനി കവിതയുടെ ഈണവും താളവും കവി ആവിഷ്കരിക്കുന്ന ഭാവവുമായി ഇണങ്ങി നിൽക്കുന്നു. അക്ഷരങ്ങളുടെ ആവർത്തനവും, അതായത് നമ്മൾ പ്രാസം എന്ന് കേട്ടിട്ടില്ലേ, ആവർത്തനവും കവിതയുടെ ചൊല്ലഴക് വർദ്ധിപ്പിക്കുന്നു. പ്രകൃതി ദൃശ്യങ്ങൾ വാക്കുകൾ കൊണ്ട് കവി അതിമനോഹരമായി വരച്ചിട്ടിട്ടുണ്ട്. കേരളീയ പ്രകൃതിയുടെ ഭംഗി ഓരോ വർണ്ണനയിലും കാണാം. ഇത് തന്നെ നിങ്ങൾ എഴുതണമെന്നില്ല, പക്ഷേ ഏകദേശം ഇതുപോലെ തന്നെ ഓരോരോ പ്രയോഗങ്ങളും വർണ്ണനകളും അക്ഷരങ്ങളുടെ ആവർത്തനവും അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ എഴുതേണ്ടതാണ് കേട്ടോ. ഇനി നാട്ടിൽ നന്മകൾ വിതച്ച് കൊയ്യുന്ന കർഷക സ്ത്രീകൾ അർപ്പണബോധമുള്ള കലാകാരികളാണ്. ചേറിൽ താഴ്ത്തുന്ന കർഷക സ്ത്രീകളുടെ വിരലുകളാണ് നാടിൻ്റെ നന്മയും സമൃദ്ധിയും നേടിയെടുക്കുന്നതെന്ന് കവി പറയുന്നു. അവരെ ആദരവോടെ ഓർക്കുന്ന കവിതയാണിത്. നാട്ടിൽ ഐശ്വര്യം നിറയ്ക്കുന്ന ആ തൊഴിലാളി സ്ത്രീകൾ ഗ്രാമസ്ത്രീകളായി നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് കവിയെ പറ്റിയും, അതായത് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എഴുതി. സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ എന്താണ് എഴുതിയത്? ആ കവിതയുടെ ഉള്ളിലെ ഭംഗി എങ്ങനെയാണ്, അതിൻ്റെ പ്രയോഗ ഭംഗികൾ, ഏത് ലൈനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, അതിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ എഴുതി. അവസാനം ലാസ്റ്റ് പാരഗ്രാഫിൽ ഈ കവിതയുടെ ഒരു ആശയം കൂടി എഴുതിയിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അവസാനത്തെ പ്രവർത്തനം താരതമ്യ കുറിപ്പ്. 2 കവിതകൾ താരതമ്യം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കവിത നമുക്ക് തന്നിട്ടുണ്ട്. ഉർവിയെ പുഷ്പിക്കും കലപോൽ നമുക്കെത്ര നിർവൃതികരം സർഗവ്യാപാരമുണ്ടോ മണ്ണിൽ. അത് വൈലോപ്പിള്ളി എഴുതിയ കവിതയാണ്. ഈ വരികളുടെ ആശയവും ഗ്രാമസ്ത്രീകൾ എന്ന കവിതയുടെ ആശയവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ എപ്പോഴും തരിക ഏകദേശം ഒരുപോലത്തെ മീനിങ്സ് ഉള്ള കവിതകളായിരിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ ആദ്യം എഴുതുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ 2 ഞാൻ പറഞ്ഞു ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന ആശയമുള്ളതാണ് നമുക്ക് തരിക. അപ്പോൾ ഫസ്റ്റ് എഴുതിയത് നോക്കി. വൈലോപ്പിള്ളിയുടെ കയ്പവല്ലരി എന്ന കവിതയിലെ വരികൾ കടത്തനാട്ട് മാധവി അമ്മയുടെ ഗ്രാമസ്ത്രീകൾ എന്ന കവിതയുടെ ആശയവുമായി ഇണങ്ങുന്നതാണ്. കണ്ടോ, ഒരേപോലത്തെ ആണെന്ന് എഴുതാം. എന്നിട്ട് വൈലോപ്പിള്ളിയുടെ കവിതയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ആദ്യം എഴുതാം. ഭൂമിയെ ഫലസമൃദ്ധമാക്കുന്ന കൃഷി എന്ന കല പോലെ നമുക്ക് നിർവൃതി നൽകുന്ന സർഗപ്രവർത്തനം മറ്റൊന്നില്ല എന്നാണ് ആ ക്വസ്റ്റ്യനിലെ 2 ലൈനിലും പറഞ്ഞിട്ടുണ്ടാവുക. ഗ്രാമസ്ത്രീകൾ എന്ന കവിതയിൽ മാധവിയമ്മ പറയുന്നത് നമുക്ക് എഴുതാം. മണ്ണിലും ചെളിയിലും പണിയെടുക്കുന്ന കർഷകരാണ് നാടിനെ ഐശ്വര്യ സമൃദ്ധമാക്കുന്നത്. കൃഷിപ്പണിയാകുന്ന മനോഹരമായ ഈ കലാസൃഷ്ടിക്ക് മുൻപിൽ ഭക്തിയോടെ കൂപ്പുകൈ അർപ്പിക്കാനാണ് കടത്തനാട്ട് മാധവിയമ്മ പറയുന്നത്. കൃഷിയുടെ മഹത്വത്തെ ഉയർത്തി കാണിക്കുന്നതിനോടൊപ്പം കൃഷിയും മഹത്തായ കലാപ്രവർത്തനമാണ് എന്ന സത്യമാണ് ഈ 2 കവികളും ആവിഷ്കരിക്കുന്നത്. അപ്പോൾ 2ഉം ഏകദേശം ഒരുപോലെ തന്നെ നിൽക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ചിൽഡ്രൻ.